CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലീഗിൽ തർക്കം. ലീഗ് നടപടിയെടുത്ത 6ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ലെന്നാണ് 6ാം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ പറയുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നും ഇവർ പറയുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ചെർപ്പുളശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. 33 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. സൂപ്പർമാർക്കറ്റ് ചെയിൻ സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. പോലീസ് നിഷ്ക്രിയത്വം ഉപേക്ഷിച്ച് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ചെർപ്പുളശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. 33 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയാണ് 33 വാർഡുകളിലെയും ഇടതു സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. നഗരസഭയിൽ 2 കൗണ്ടറുകളിലായാണ് പത്രിക സ്വീകരിച്ചത്. 1 മുതൽ 17 വാർഡുകളിലെ പത്രികകൾ ഒരു കൗണ്ടറിലും 18 മുതൽ 33 വരെ മറ്റൊരു കൗണ്ടറിലുമാണ് സ്വീകരിക്കുന്നത്. 21 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസരം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പത്രികകൾ സ്വീകരിക്കും. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വരണാധികാരികൾ പുറപ്പെടുവിക്കുന്ന തിരഞ്ഞെടുപ്പ് നടപടിക്രമവും ഇന്ന് പ്രസിദ്ധീകരിക്കും. 22-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 24-ന് രാവിലെ 11 വരെ പിൻവലിക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നവും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും 24-ന് നിലവിൽ വരും. ഡിസംബർ 9-ന് വോട്ടെടുപ്പും 13-ന് വോട്ടെണ്ണലും നടക്കും. CCN ചെർപ്പുളശ്ശേരി. സൂപ്പർമാർക്കറ്റ് ചെയിൻ സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. പോലീസ് നിഷ്ക്രിയത്വം ഉപേക്ഷിച്ച് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇവിടെ നടന്നതെന്ന് വെച്ചാൽ ഈ സ്ഥാപനം വരികയും ഇതിന്റെ മറവില്, അതായത് തിരൂര്, പിന്നെ അതേപോലെ തന്നെ മലപ്പുറം, പെരിന്തൽമണ്ണ, മൂച്ചിക്കല് എന്നിങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ, അതുപോലെ കോഴിക്കോട്, അങ്ങനെ ജില്ലയിലെ പല ഭാഗത്തും ഈ സൂപ്പർ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു തട്ടിപ്പാണ് ഈ ഒരു സ്ഥാപനം നടത്തി ഇവിടുന്ന് പോയത്. അതായത് 25,000 രൂപ ഷെയർ വാങ്ങിച്ചിട്ട് 17,50,000 രൂപ വരെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ഒരു തട്ടിപ്പൂട് നടന്നത്. അതേപോലെ തന്നെ പണയ ഗോൾഡ്, ലോക്കർ ഗോൾഡ്, അങ്ങനെ ഭൂമിപരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് ഏകദേശം ഞങ്ങളെ ഒരു കാഴ്ചപ്പാടില് ഏകദേശം 800 കോടിയോളം രൂപയാണ് ഇവിടുന്ന് തട്ടിപ്പ് നടത്തിപ്പോയത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലും AD സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുറന്ന് നിക്ഷേപകരിൽ നിന്ന് താനൂർ ഒഴൂർ സ്വദേശിയും നിലവിൽ ബാംഗ്ലൂരുവിൽ താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കുടുംബവും കോടികൾ തട്ടിയെന്നാണ് പരാതി.
2017 തിരൂരിലെ തുഞ്ചത്ത് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സൂപ്പർമാർക്കറ്റ് തട്ടിപ്പുമായി രംഗത്തെത്തിയതെന്ന് നിക്ഷേപകർ പറഞ്ഞു. 25,000 രൂപ മുതൽ കോടികൾ വരെ നിക്ഷേപിച്ചവരുണ്ട്. വലിയ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പണം കൈക്കലാക്കിയതെന്നും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതികൾ നൽകിയിട്ടുണ്ടെന്നും പണം നഷ്ടമായ VP സുബ്രഹ്മണ്യൻ, K നന്ദകുമാർ, P രേഖ, P അപ്പുക്കുട്ടൻ, A ഹരിദാസൻ എന്നിവർ പറഞ്ഞു. അപ്പോൾ കമ്പനിക്കെതിരെ ഈ പരസ്യമായിട്ട് നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ആളുകളും ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ തന്നെ കമ്പനിയുടെ സഹപ്രവർത്തകരും നമ്മളെ ആക്രമിക്കുന്ന സംഭവമാണ് ഇതുവരെ ഉണ്ടായത്. അപ്പൊ ആ അക്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ജീവഹാനി വരെ ഉണ്ടാവാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മറികടന്നാണ് നമ്മൾ മുന്നോട്ട് ഇതുവരെ എത്തിയത്. അപ്പൊ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഗൂഢസംഘങ്ങളെ കണ്ടെത്തുക എന്നുള്ളതിന്റെ ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഈ പത്രമാധ്യമ നിങ്ങളെ ഇത് അറിയിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒന്നെന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പ് നടന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞു. അപ്പൊ ആ തട്ടിപ്പിന്റെ പ്രധാന ആളുകൾ ഒന്ന് ജയചന്ദ്രൻ മുരിയേരി എന്ന വ്യക്തിയാണ്. അതായത് ആ രാമൻകുട്ടി ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയെ ബിനാമിയാക്കി കമ്പനിയുടെ MD ആക്കിയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ ജയചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും പണമിടപാട് കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. പിന്നെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രജിത ഇതിൽ പ്രധാന കണ്ണിയാണ്. മുൻപ് 2016 തട്ടിപ്പിന് ശേഷം പണമായി കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ സ്ഥലങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ വാങ്ങി കൂട്ടിയതിൽ പ്രജിതന്റെ അമ്മ പാറുക്കുട്ടി അമ്മ, അതുപോലെ വിഷ്ണു, അതുപോലെ ജയചന്ദ്രന്റെ ഏട്ടൻ സുരേഷ്, പിന്നെ അതേപോലെ തന്നെ ജയചന്ദ്രന്റെ സഹോദരിമാര്, അളിയന്മാര്, ഇവർക്കൊക്കെ വ്യക്തമായ പങ്ക് മുൻപത്തെ ജ്വല്ലറി നടത്തിപ്പിലുണ്ട്. ഇപ്പൊ ഇന്നോവേറ്റീവ് മാർക്കറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും വ്യക്തമായ പങ്കുണ്ട്. CCN മലപ്പുറം. LDF കടമ്പഴിപ്പുറം പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ അത്തരം സമാധാനം ഉറപ്പുവരുത്തുന്ന നീക്കം നടത്തുന്നത് വർഗീയ ശക്തികളുടെ പിടിയിലമരാത്ത ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ടാണ്. ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധി ചെയ്യാത്ത ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. നേരത്തെ നമുക്കറിയാം, RSS ആസൂത്രണം ചെയ്യുകയും SDPIയും വെൽഫെയർ പാർട്ടിയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഹർത്താൽ, വാട്സപ്പ് ഹർത്താൽ എന്ന നിലയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴേക്ക് വാട്സപ്പ് ഹർത്താലിന്റെ കേന്ദ്രം RSS ആസൂത്രണം ചെയ്തതാണ് എന്ന് തിരിച്ചറിയാനും അത് SDPIയും വെൽഫെയർ പാർട്ടിയും ഏറ്റെടുത്തതാണ് എന്ന് മനസ്സിലാക്കാനും കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കേരളം മാറി. ശ്രീജ അധ്യക്ഷയായി. K രാമചന്ദ്രൻ, P മൊയ്തീൻകുട്ടി, P സുബ്രഹ്മണ്യൻ, P ബാലകൃഷ്ണൻ, C കൃഷ്ണൻകുട്ടി, V സിദ്ദിഖ്, K ശ്രീവത്സൻ, പ്രമീള രാജഗോപാൽ, സതീശൻ, ഫൈസൽ, ചന്ദ്രൻ, അഷറഫ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം വായിലിയാങ്കുന്ന് മേലെ തൃക്കോവിൽ ക്ഷേത്രങ്ങളിൽ 7ാമത് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. മണ്ഡപറ്റ നിത്യാനന്ദാശ്രമം സത്യപ്രിയാനന്ദ സരസ്വതി യജ്ഞാചാരിയാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരം. ഞായറാഴ്ച വൈകിട്ട് ആചാര്യവരണത്തിന് ശേഷം ദീപാരാധന, ശ്രീമദ് ഭാഗവത പാരായണം എന്നിവയും നടന്നു. സപ്താഹം 23-ന് സമാപിക്കും. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം, പ്രഭാഷണം എന്നിവ ഉണ്ടാകും. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് 20-ന് സിമന്റ് ബ്രിക്സ് വ്യവസായികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തും. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സ്ഥാപനങ്ങളാണ് ഞങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ. ഇത് ഷാർണൂരിൽ പല സ്ഥാപനങ്ങൾ പ്രകൃതിയിലുണ്ട്. 16 കണക്കിന് തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ഓഫീസ് നിർമ്മാണം, ഇന്റർലോക്ക് നിർമ്മാണം മാത്രമല്ല, അതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ആളുകളും അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വണ്ടികളും ഇതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സംഗതി ക്രഷർ കോറിയാണ് നമുക്ക് റോ മെറ്റീരിയൽസ് എല്ലാം. ക്രഷർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബൈപ്രൊഡക്റ്റായ അവരുടെ വേസ്റ്റ് പ്രൊഡക്റ്റായ പാറപ്പൊടിയും അതുപോലെ തന്നെ 6M മെറ്റലുമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രഷർ കോറി അളവായതുകൊണ്ട്, അതായത് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ
നമുക്ക് റോങ് കേസ് കിട്ടുന്നില്ല. നിർമ്മാണ മേഖല മൊത്തം തന്നെ മലപ്പുറത്ത് സ്തംഭനാവസ്ഥയിലാണ്. മലപ്പുറം എന്ന മലയുടെ പുറമാണ്, മലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളാണ്. കാരണം നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖല ഏറ്റവും വലിയ റോങ് കേസായ പാറ പൊട്ടിക്കുന്നതൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മലപ്പുറയിൽ കാര്യമായിട്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയില്ല. കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ രൂക്ഷമായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ഇത് ഹോളോ ബ്രിക്സ്, ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ നിയമാനുസൃതമായി തുറന്നു പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലയിലെ 600ഓളം വരുന്ന ഹോളോ ബ്രിക്സ്, ഇന്റർലോക്സ് വ്യവസായവും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടി 20-ന് സിമന്റ് ബ്രിക്സ് വ്യവസായികളുടെ കളക്ടറേറ്റ് മാർച്ച് നടത്തും. ജില്ലയിലെ മുഴുവൻ സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്സ് വ്യവസായികളും സ്ഥാപനങ്ങൾ അടച്ചിട്ട് ജോലികൾ നിർത്തിവെച്ച് ഈ അവകാശ സമരത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് ഈസി കിട്ടാത്ത പ്രശ്നമുണ്ട്. പറഞ്ഞ 300ഓളം സ്ഥാപനങ്ങൾക്കും മലപ്പഞ്ചേരി കോറി പ്രവർത്തിക്കാതെ ഈസി ഇല്ലാത്തതുകൊണ്ടാണ്. ഈസി ഒരു 5 വർഷം കഴിഞ്ഞ ശേഷം പുതുക്കാടുന്നുണ്ട്. അതിന്റെ പ്രശ്നം കോടതി നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലളിതമാക്കി കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കാനും, ഇത് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് വളരെ കൂടും. ഇപ്പോൾ 20 രൂപയുടെ കല്ല് 40 രൂപ കിട്ടുന്നത്. 20 രൂപ കല്ല്, ആ 40 രൂപ കിട്ടുന്ന കല്ല് പ്രൊഡക്റ്റ് ചെയ്ത് പുറത്തു വരുന്ന സമയത്ത് വലിയ റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെ സാധാരണക്കാരായ ആൾക്കാരെ വീട് നിർമ്മാണത്തിലും അവിടെ സാധാരണ ജീവിക്കുന്ന അവസ്ഥകൾക്കൊക്കെ വലിയ പ്രയാസമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഫസലുൽ ഹഖ്, സെക്രട്ടറി സക്കീർ ഹുസൈൻ, ട്രഷറർ മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റുമാരായ മൊയ്തീൻ ബാവ, അലി അക്ബർ, ജോയിന്റ് സെക്രട്ടറി അൻവർ, എക്സിക്യൂട്ടീവ് അംഗം MC ഹംസ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് ആചരിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് ദീപം തെളിയിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രദ്ധ പ്രധാനമാണെന്ന് കളക്ടർ പറഞ്ഞു. നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. അശ്രദ്ധയും അവഗണനയുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നും കളക്ടർ പറഞ്ഞു. റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ചില സമയത്ത് ചെറിയൊരു സമയ ലാഭത്തിന് വേണ്ടിയൊക്കെ തെറ്റായ രീതിയിൽ നിയമപ്രകാരമല്ലാതെ ചില സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്പീഡ് ലിമിറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. റോഡിലെ ചില സിഗ്നലുകളുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ അവഗണിക്കുന്നത്. അതുകൊണ്ട് എന്ത് സമയമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്, 50 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് ഒരു ഓവർടേക്ക് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന 1-2 മിനിറ്റ് സമയമായിരിക്കും ലാഭിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പരമാവധി 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് മുമ്പേ സമയത്തൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ 5 മിനിറ്റ് മുമ്പേ യാത്ര ആരംഭിക്കുന്നതാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP VA കൃഷ്ണദാസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ TK ഷുപിൻ, RTO B ഷെഫീഖ്, എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ്, ലാവർണ ട്രാൻസ്പോർട്ട് MD മുഹമ്മദ് ഷാഫി, ട്രോമാ കെയർ ജില്ലാ സെക്രട്ടറി KP പ്രതീഷ് എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലീഗിൽ തർക്കം. ലീഗ് നടപടിയെടുത്ത 6-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ലെന്നാണ് 6-ാം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ പറയുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നും ഇവർ പറയുന്നു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ പരാതി എന്ത് വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എടായിക്കൽ വാർഡിൽ നിന്ന് വേണം. 6-ാം വാർഡിൽ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വേണമെന്നില്ല ഒരു ആവശ്യം ഞങ്ങൾ നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചു. പഞ്ചായത്ത് തലം മുതൽ ഞങ്ങൾ പിന്നെ ജില്ലാ കമ്മിറ്റി വരെ ആ വിഷയം ഞങ്ങൾ പറഞ്ഞ് പരാതി കൊടുക്കലും ഞങ്ങൾ നേരിട്ട് ചെന്ന് ജില്ലാ സെക്രട്ടറി അടക്കം നേരിട്ട് കണ്ട് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചാണ്. പക്ഷെ ഇവിടെ നമ്മൾ പാർട്ടി സിസ്റ്റം വെച്ചിട്ട് വാർഡ് കമ്മിറ്റിയാണ് ഈ പേരുകൾ കൊടുത്ത് കൺവെൻഷൻ വിളിച്ചിട്ടാണ് ഈ പേര് മേപ്പോട്ട് കൊണ്ടത്. അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ 2 കമ്മിറ്റി നിലവിലുണ്ട്. ഒന്ന് ഞങ്ങൾ നയിക്കണ ഒറിജിനല് പിന്നെ മെമ്പർഷിപ്പിലൂടെ വന്നൊരു കമ്മിറ്റി ഉണ്ട്,
വേറെ ഞങ്ങളോട് ഉള്ള വിരോധം കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കെട്ടിയിറക്കിയ ഒരു കമ്മിറ്റി അവിടെ നിലവിലുണ്ട്. ഇവർ പഞ്ചായത്ത് കമ്മിറ്റി ഫോം ചെയ്യുന്നത് മറ്റേ കമ്മിറ്റിയാണ്, മറ്റുള്ള എതിർ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിനെ വിളിച്ചിട്ടാണ് ഇവർ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി. ആ കമ്മിറ്റി പറഞ്ഞ ഇയാളാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി സി ഫൈസൽ 10 വർഷത്തോളമായി പാർട്ടിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ഇവർ ആരോപിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വന്തം ഭാര്യയെ മുസ്ലിം ലീഗിനെതിരെ റിബലായി മത്സരിപ്പിച്ച് വാർഡ് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടുത്തി. ഇക്കാരണത്താൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ഇയാളെ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇതുവരെ പാർട്ടിയെടുത്ത് തിരിച്ചെടുക്കുകയോ കഴിഞ്ഞ മെമ്പർഷിപ്പ് ടൈമിൽ മെമ്പർഷിപ്പ് പോലും എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു. മുൻപ് 2015-20 കാലയളവിൽ ലീഗ് സീറ്റിൽ ജയിച്ചതിന് ശേഷം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF ഭരിക്കുമ്പോൾ അത് മുതലെടുത്ത് UDFനെ നിരന്തരം ഭീഷണിപ്പെടുത്തി സ്വൈര്യമായി ഭരണം നടത്താൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. ഇതെല്ലാം നേതൃത്വത്തിന് നന്നായി അറിയാമെന്നിരിക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ 2-3 പേരുടെയും മണ്ഡലം കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെയും ഗ്രൂപ്പ് താൽപര്യപ്രകാരം സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാളെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാള്, മെമ്പർഷിപ്പ് ഇല്ല, പാർട്ടിന്ന് 6 വർഷത്തിന് പുറത്താക്കിയിട്ട് 1 വർഷം ഇനി ബാക്കിയുണ്ട്. ആ ബാക്കി നിൽക്കാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സാധാരണ പ്രവർത്തകരുടെ ആവശ്യം എന്ത് ചോദിച്ചാൽ, ഞങ്ങൾ പറയാന്ന് വെച്ചാൽ 6ാം വാർഡിൽ നിന്ന് 6 ആയാലും കുഴപ്പമില്ല, 6ാം വാർഡിൽ നിന്ന് ഒരാളെ വേണമെന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അത് നേതൃത്വം നിരാകരിച്ചു. നേതൃത്വത്തിന്റെ ശ്രദ്ധ എത്തിയിട്ടില്ല. പഞ്ചായത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി അതൊരു കോക്കസ് ആണ്. അത് എന്തോ ഞങ്ങളോടുള്ള ഗ്രൂപ്പിന്റെ പ്രശ്നം തന്നെയാണ്. അവരൊരു ഗ്രൂപ്പിന്റെ കോക്കസ് ആയിട്ട് മാറിയിട്ട് ഞങ്ങൾ ശബ്ദം അവർ കേട്ടില്ല, പരാതികൾ കേട്ടില്ല. അവർ ഏകവശീയമായിട്ട് ഈ പാർട്ടികൾ പോയി, ഞാൻ ഒരിക്കലും ഈ സ്ഥാനാർത്ഥിനല്ല വ്യക്തിനല്ല കുറ്റം പറയുന്നത്, ഈ സംവിധാനത്തിനെ കുറ്റം പറയുന്നത്. കാരണം അവര് പറഞ്ഞിട്ടല്ലാണ് അദ്ദേഹം നിൽക്കണത്. അയാളെ അദ്ദേഹം ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ആള് മൂപ്പര് നിൽക്കൂല, അത്രയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ വിഷയം. അത് നേതൃത്വം ഞങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞു തരണം. അതാണ് എങ്ങനെയാണ് ഈ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്കും അന്യ വാർഡിലെ ആളുകൾക്കും, അന്യ വാർഡ് പോട്ടെ അത് സമ്മതിച്ചാൽ മതി, ഈ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കോണിച്ചിഹ്നം കൊടുക്കുക, എങ്ങനെ മത്സരിപ്പിക്കുക എന്നുള്ള ആ ഒരു വിഷയം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നേതൃത്വം തയ്യാറാണ്. അത്രയാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ അസ്വസ്ഥരാണ്. അവർ വോട്ട് ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി റിബലല്ല, മറ്റൊരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നില്ല നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പാർട്ടി സംവിധാനത്തെ ഈ നിമിഷം വരെ ഞങ്ങൾ വിളിക്കാത്ത, പാർട്ടിയെ തള്ളിപ്പറയത്തിയ ആളുകളായത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ശ്രമിച്ചു നിൽക്കുന്നത്. പക്ഷെ നേതൃത്വം കണ്ണു തുറന്നില്ലെങ്കിൽ 2 ദിവസം ബാക്കിയുണ്ട്. ഇനി 2 ദിവസം ബാക്കിയുണ്ട് നോമിനേഷൻ കൊടുക്കാൻ. സ്ഥാനാർത്ഥി വേറെ വരും. വാർത്താ സമ്മേളനത്തിൽ വാർഡ് പ്രസിഡന്റ് CK ബാപ്പുട്ടി ഹാജി, സെക്രട്ടറി മാനുപ്പ ഇടാക്കൽ, ട്രഷറർ CK മുഹമ്മദ് അലി ഹാജി, ഹൈദരലി കക്കാട്ടിൽ, CK മുഹമ്മദ് അലി, മുഹമ്മദ് ഫൈസൽ പാട്ടശ്ശേരി എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണിക്ക് അങ്ങാടിപ്പുറം CPIM പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നിർവഹിച്ചത്. ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പത്രിക സമർപ്പിച്ചു. CPIM മങ്കട ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് TK റഷീദ് അലി, A ഹരി, P പത്മജ, KT നാരായണൻ, C സജി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K സലീം, T നൌഷാദ്, MR അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. 1ാം വാർഡ് മണ്ണാറമ്പ് സ്ഥാനാർത്ഥി നിസാർ കൈപ്പള്ളി ആദ്യ പത്രിക സമർപ്പിച്ചു. തുടർന്ന് മറ്റ് 23 പേരും പത്രിക സമർപ്പണം നിർവഹിച്ചു. ഉച്ചയ്ക്ക് 2:30 മുഴുവൻ പേരുടെയും പത്രിക സമർപ്പണം പൂർത്തിയായത്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിൽ നിന്ന് കേരള നടനത്തിൽ തിളങ്ങി യദുകൃഷ്ണൻ. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുകൃഷ്ണൻ തുടർച്ചയായി 4ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടുന്നത്.
അതിമനോഹരമായ ചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും മലപ്പുറം ജില്ലാ കലോത്സവ വേദി കീഴടക്കിയ യദുകൃഷ്ണന്റെ പ്രകടനം കാണികളെ വിസ്മയിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനത്തിൽ 1ാം സ്ഥാനം നേടിയാണ് ഈ യുവപ്രതിഭ സംസ്ഥാന തലത്തിലേക്ക് കടക്കുന്നത്. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് യദുകൃഷ്ണൻ. കഴിഞ്ഞ 12 വർഷമായി ക്ലാസിക്കൽ നൃത്തം പരിശീലിക്കുന്ന ഈ കലാകാരൻ തുടർച്ചയായി 4ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ അർഹത നേടുന്നത്. ഈ വിജയം തനിക്ക് വലിയ സന്തോഷം നൽകുന്നു എന്ന് യദുകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ ഗുരു മുരളി കിഴാറ്റൂർ എൻ്റെ ചെറിയച്ഛനും കൂടിയാണ്. എനിക്കിപ്പോൾ സ്റ്റേറ്റിലേക്ക് അവസരം കിട്ടി. കേരളം ഫസ്റ്റ് ഗ്രേഡുണ്ട്. നാലാമത്തെ വർഷമാണ് പോണത്. ഭയങ്കര സന്തോഷം 4ാമത്തെ വർഷം കിട്ടിയതിന്. മുരളി കിഴാറ്റൂരിന്റെ കീഴിലാണ് യദുകൃഷ്ണൻ പരിശീലനം നേടുന്നത്. 4ാമത്തെ തവണയും സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പരിശീലനം എൻ്റെ ജ്യേഷ്ഠന്റെ മോനായതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ, വീട്ടിലാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഐറ്റം തന്നെയാണ് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് അവന് അനുകൂലമായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നത്. സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം ആവർത്തിച്ച് വിജയക്കൊടി പാറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യദുകൃഷ്ണനും ഗുരുവും. CCN പെരിന്തൽമണ്ണ. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം നടന്നു. ഗവൺമെന്റ് LP സ്കൂൾ പെരിന്തൽമണ്ണ വെസ്റ്റിൽ ഉപജില്ലാ ഓഫീസർ KT കുഞ്ഞുമൊയ്തു ഉദ്ഘാടനം ചെയ്തു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉപജില്ലയിൽ ഉയർന്ന മാർക്ക് നേടി സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭാധനരായ 10 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ UP ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു. മലപ്പുറം ഡയറ്റ് ഫാക്കൽറ്റി സുശീലൻ മുഖ്യപ്രഭാഷണം നടത്തി. BPC സന്തോഷ് കുമാർ, HM ഫോറം കൺവീനർ അബ്ദുൽ അസീസ്, ഹെഡ്മാസ്റ്റർ മണികണ്ഠൻ, ലിറ്റിൽ മാസ്റ്റേഴ്സ് കോർഡിനേറ്റർ ബിന്ദു പരിയാപുരത്ത്, അധ്യാപകൻ NP മുരളി, PTA പ്രസിഡന്റ് AB രജീഷ്, ലിയാഖത്ത് അലിഖാൻ, സമീറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഭാഷാ ക്ലാസിന് റഹീം നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലീഗിൽ തർക്കം. ലീഗ് നടപടിയെടുത്ത 6ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ലെന്നാണ് 6ാം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ പറയുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നും ഇവർ പറയുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ചെർപ്പുളശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. 33 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. സൂപ്പർമാർക്കറ്റ് ചെയിൻ സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. പോലീസ് നിഷ്ക്രിയത്വം ഉപേക്ഷിച്ച് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.